ശരി. ശ്രീ എസ് ജയശങ്കർ, ശിവഗിരിയിൽ ഗുരുദേവൻ്റെ പുണ്യഭൂമിയിൽ വച്ചാണ് മുഖ്യമന്ത്രി എഴുതി തയ്യാറാക്കിയ പ്രസംഗം അവതരിപ്പിച്ചത്. BJP ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഗുരുദേവ ഭക്തരെ ഈ സനാതന ധർമ്മത്തിൽ നിന്നും അടർത്തി മാറ്റാനുള്ള ഒരു ശ്രമം ആസൂത്രിതമായി കാണുന്നുണ്ടോ BJP? തീർച്ചയായിട്ടും ഇതിനെ നമ്മൾ രണ്ട് രീതിയിലാണ് നോക്കിക്കാണേണ്ടത്. ഒന്ന്, ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്, അതോടൊപ്പം തന്നെ ഇതൊരു നറേറ്റീവ് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. രണ്ട് കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ഭരണ സംവിധാനത്തോട് എതിർചേരിയിൽ നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ പല നേതാക്കളും പല സംസ്ഥാനങ്ങളിലും ഇതിന് സമാനമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിൽ തന്നെ ഉദയനിധി സ്റ്റാലിൻ്റെതായിട്ടുള്ള വിവാദമായ പ്രസ്താവന അതും സനാതന ധർമ്മത്തെ പറ്റിയായിരുന്നു. അപ്പോ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള ചില പ്രസ്താവനകൾ ഇറക്കി അതിനെ ഒരു രാഷ്ട്രീയമായിട്ട് BJPയെ നേരിടുക എന്നുള്ള ഒരു ഇമേജ് കൊണ്ടുവരാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു. അതിന് ശ്രീനാരായണ ഗുരുവിനെ പോലെ മഹാനായ ഈ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സന്യാസി ശ്രേഷ്ഠന്റെ മണ്ണിനെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതൊന്ന്. രണ്ട്, ഒരു നറേറ്റീവ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ കേരളത്തിന്റെ 50% വരുന്ന ഹൈന്ദവ വിഭാഗത്തിലെ 50% വരുന്ന ഈഴവ സമൂഹം, അല്ലെങ്കിൽ 25% കേരളത്തിന്റെ ടോട്ടൽ പോപ്പുലേഷന്റെ 25%, 4 ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങള് തെറ്റിദ്ധാരണ തരുത്തി അവരെ ഒരു ഏകോപിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ തത്വങ്ങളെ വളച്ചൊടിക്കാനുള്ള ഒരു ശ്രമം, ഒരു നറേറ്റീവ് ബിൽഡിംഗ് കുറച്ച് നാളായിട്ട് ഇടതുപക്ഷം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടും കൂടിയാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന. ഒരു വർഷം മുമ്പ് BJPയുടെ ഫേസ്ബുക്ക് പേജിൽ കാവ്യ വസ്ത്രമുടുത്ത ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു ചിത്രം അദ്ദേഹത്തിന്റെ ജയന്തി ദിനത്തിലോ സമാധി ദിനത്തിലോ അത് പ്രസിദ്ധീകരിച്ച സമയത്ത് ഇതേപോലെ ഒരു ഡിബേറ്റ് അന്നും ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരു ഹിന്ദുവാണോ, സിന്ധു അല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ശ്രീനാരായണ ഗുരു അദ്ദേഹം എപ്പം ധർമ്മത്തെ പ്രതിനിധീകരിച്ച് പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ അദ്ദേഹം കാവ്യവസ്ത്രം കൊടുത്തായിട്ട് പോയി. അദ്ദേഹം ലങ്കയിൽ പോയപ്പോഴും സിലോണിൽ പോയപ്പോഴും അദ്ദേഹം കാവ്യവസ്ത്രം കൊടുത്താണ് പോയിട്ടുള്ളത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം സനാതന ധർമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രയോക്താവും ഏറ്റവും വലിയ പ്രവാചകനുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതികൾ, അദ്ദേഹം സഞ്ചരിച്ച പാതകൾ, അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ, അദ്ദേഹം നടത്തിയിട്ടുള്ള ഇന്ററാക്ഷൻ, ഇതിലെല്ലാം സനാതന ധർമ്മം സ്ഫുരിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ സനാതന ജീവിതമായിരുന്നു, സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് സനാതന ധർമ്മി അല്ല, അദ്ദേഹത്തിന്റെ ധർമ്മം സനാതനമല്ല എന്ന് പറയുന്നതിലൂടെ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ശ്രീനാരായണീയരെയും അത് മാത്രമല്ല മുഴുവൻ ഭാരതീയരെയും, ശ്രീനാരായണ ഗുരുവിൽ വിശ്വസിക്കുന്ന മുഴുവൻ ഭാരതീയരെ അപമാനിച്ചിരിക്കുകയാണ്.